ജൂലൈ 4 വ്യാഴാഴ്ച. മത്തായി 9 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ആളുകൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? നിങ്ങൾ എന്തു ചെയ്താലും ചില ആളുകൾ മോശമായി അതിനെ കാണുകയും നിങ്ങളെ വിമർശിക്കാൻ തുടങ്ങുകയും ചെയ്യും. യേശു ചെയ്ത എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്ത ആധുനിക കാലത്തെ ശാസ്ത്രിമാരും ഫരിസേയരുമാണ് അക്കൂട്ടർ. ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് കാണുന്നത് ചിലർ ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതാണ്. ഈ മനുഷ്യനെ സുഖപ്പെടുത്തുവാനുള്ള യേശുവിൻ്റെ ശക്തിയിൽ ഈ ആളുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ ശാസ്ത്രിമാർ യേശുവിനെക്കുറിച്ച് തമ്മിൽ പിറുപിറുത്തു. യേശു ദൈവദൂഷണം പറയുകയാണെന്ന് അവർ കരുതി. പാപങ്ങൾ ക്ഷമിക്കാനുള്ള ശക്തി തനിക്കുണ്ട് എന്ന് ചിന്തിക്കാൻ യേശുവിന് എന്ത് ധൈര്യം! അവർ നേരിട്ട് യേശുവിനോടൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശുവിന് അവരുടെ വിചാരങ്ങളും അവരുടെ മുഖവും ഭാവങ്ങളും വായിക്കാൻ കഴിഞ്ഞു. ശാസ്ത്രിമാരുടെ ദുഷിച്ച ചിന്തകളെക്കുറിച്ച് യേശു അവരെ നേരിട്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നതോ അല്ലെങ്കിൽ ആ മനുഷ്യനോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? യേശു തളർവാദ രോഗിയുടെ നേരെ തിരിഞ്ഞ് അവനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയും എടുത്ത് തിരിച്ചു വീട്ടിലേക്ക് പോവുക. തളർവാദ രോഗി ഉടനെ എഴുന്നേറ്റ് തൻ്റെ കിടക്കയും എടുത്ത് അവൻ്റെ വീട്ടിലേക്ക് പോയി. എല്ലാവരിലും ഭയഭക്തി നിറഞ്ഞു. യേശുവിന് അത്തരം അധികാരം നൽകിയ ദൈവത്തെ ആളുകൾ മഹത്വപ്പെടുത്താൻ തുടങ്ങി. നമ്മുടെ ഉള്ളിലും ഒരു വിമർശനാത്മകമായ ഫരിസേയനുണ്ടോ? എനിക്ക് തോന്നുന്നു ഉണ്ട് എന്നാണ്. നമ്മുടെ ഉള്ളിലെ ആ ശാസ്ത്രിമാർ മറ്റുള്ളവരെ യാന്ത്രികമായി വിലയിരുത്താറുണ്ട്. യേശു ചെയ്ത അത്ഭുതങ്ങളും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങളുടെയും പേരിൽ നാം എപ്പോഴെങ്കിലും യേശുവിനെ വിമർശിക്കുന്നുണ്ടോ? നാം വിമർശിച്ചാൽ ഇല്ലെങ്കിലും യേശു നമുക്ക് വഴി കാണിച്ചു തരുന്നു. അവൻ തളർവാദ രോഗി എടുത്തുകൊണ്ടുവന്ന ജനങ്ങളുടെ വിശ്വാസം കാണുകയും അവനെ സുഖപ്പെടുത്തുകയും ചെയ്തു. ചുറ്റുപാടുമുള്ള ആളുകളുടെ വിമർശനത്തിൽ തളരാതെ ധൈര്യം കാണിക്കാനാണ് യേശു നമ്മോട് പറയുന്നത്. നമുക്ക് എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന നന്മ തുടർന്ന് ചെയ്യുക. നമ്മളാരും പൂർണ്ണരല്ല. നമുക്ക് നമ്മുടെ സ്വന്തം ബലഹീനതകളും പക്ഷാഘാതവുമുണ്ട്. എന്നാൽ ഒരിക്കൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും തളർവാദ രോഗിയുടെ പാപങ്ങൾ യേശു ക്ഷമിച്ചതുപോലെ നമുക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ സാധിക്കും. ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിൽ വളരുന്നത് നമുക്ക് നിർത്താം. മറ്റുള്ളവരിൽ നല്ലതും സത്യവും മനോഹരവുമായത് കാണാൻ നമുക്ക് കണ്ണുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിമർശിക്കുന്നതിന് പകരം അഭിനന്ദിക്കുക എന്നതാണ് നല്ല ബന്ധങ്ങളും സമാധാനപരമായ സഹവർത്തിത്വവും കെട്ടിപ്പടുക്കുന്നതിനുള്ള മാർഗം. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതിന് പകരം അവരെ കൈപിടിച്ചുയർത്താൻ
നാം ശ്രമിക്കുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.